കണ്ണൻ ഒരു പുതിയ തോടിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? ആ അറിയാം, ഒരു ശുപ്പാണ്ടിയല്ലേ? അതെ. എന്താ സഖി, നിനക്ക് നോട്ടമുണ്ടോ ശുപ്പാണ്ടിയെ? ചോദിച്ചതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. വെറുതെ കളിയാക്കണ്ട. കണ്ണന്റെ കൂട്ടുകാരനല്ലേ, മോശക്കാരനാവില്ല. അറിയാതെ പറ്റിയതാ. നീ ആ കുടം തലയിലോട്ട് വെച്ചു കൊടുത്തേ. നടക്ക്, വാ, കാണിച്ചു തരാം. വേഗം നടക്കിങ്ങോട്ട്. വാ ഇങ്ങോട്ട് വരാൻ. നടക്കിങ്ങോട്ട് വരാൻ. നോക്കിക്കോ, ഇങ്ങോട്ട് വാ. നടന്ന് നടന്ന് വല്ലാതെ ക്ഷീണിച്ചു അല്ലേ കണ്ണ? ഇങ്ങോട്ടിരുന്നോ. നിനക്കിത് വേണം, അനുഭവിച്ചോ. വേണ്ട, നിന്റെ പൂങ്കണ്ണീര് കണ്ട് എന്റെ മനസ്സലിയുമെന്ന ധാരണയെ വേണ്ട കണ്ണ. നിനക്ക് ഇഷ്ടപ്പെട്ട വെണ്ണയും തൈരും ഒക്കെ നന്ദഗൃഹത്തിൽ കൊണ്ട് തന്നിട്ടുള്ളവളാ ആ എന്റെ കുടം തന്നെ നീ എറിഞ്ഞു പൊട്ടിച്ചു. സങ്കടമുണ്ട് എനിക്ക്. ഞാനല്ല, ശുപ്പാന്റെ കലെറിഞ്ഞു പൊട്ടിച്ചത്. നാക്കെടുത്താ കള്ളമേ പറയൂ. ഉന്നം തെറ്റാതെ കലമെറിഞ്ഞു പൊട്ടിക്കാനുള്ള വിരുത് കണ്ണനേ ഉള്ളൂന്ന് ആർക്കാ അറിയാൻ പാടില്ലാത്ത? നീ തന്നെയാ കലം പൊട്ടിച്ചെ. അതിന്റെ ഫലം നീ അറിയണം. അവിടെ കിടന്നോ കള്ളപ്പൈക്കിടാവിനെ പോലെ. നിന്നെ കെട്ടിയിട്ട വിവരം യശോദാമ്മയെ അറിയിച്ചിട്ട് തന്നെ കാര്യം. ആ ഹായ്, നല്ല ഒന്നാന്തര പെണ്ണ. ഒത്തിരി ഉണ്ടല്ലേ ശുപ്പാണ്ടി. നമുക്ക് പോയി ചോദിക്കാം. എന്താ ചിരിക്കുന്നത്? പോയി ചോദിക്കേ. വെണ്ണ കിട്ടില്ല, പക്ഷേ കാത് കൊടുക്ക ശകാര വെണ്ണ കിട്ടും. കണ്ണാ, ആ ചിത്രവതി മഹാപിശിക്കുക. ഒരു എള്ളിന്റെ വക ആർക്കും കൊടുക്കേയില്ല. ശരിയാ, ദാഹിച്ച് വലഞ്ഞ ആരെങ്കിലും അങ്ങോട്ട് ചെന്നാ സംഭാരം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല. അത്രയ്ക്ക് പിശിക്കുക. ശരിക്കും അവൾക്ക് യോജിച്ച പേര് ചിത്രപതി എന്നല്ല, ചരിത്രപതി. അങ്ങോട്ട് പോണ്ട കണ്ണാ, നമുക്ക് കളിക്കാൻ പോവാം. ഞാൻ വരുന്നില്ല, എനിക്ക് വെണ്ണ വേണം. അമ്പാടിയിലെ കണ്ണൻ ചെന്ന് ചോദിച്ചാ ഏത് ഗോപസ്ത്രീയാ വെണ്ണ തരാത്തത്? അമ്പാടിയിലെ കണ്ണനല്ല, ദേവലോകത്തുനിന്ന് ഇന്ദ്രദേവൻ വന്ന് ചോദിച്ചാലും ചിത്രപതി വെണ്ണ കൊടുക്കില്ല. കണ്ണനുള്ള പിശുക്കനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഒരിക്കൽ പുല്ലരിഞ്ഞു കൊണ്ടുവന്ന സ്ത്രീയുടെ വിരലറ്റു. തുള്ളി ഉപ്പുനീരിനായിട്ട് ആ സ്ത്രീ ചെന്നത് എവിടെയാണെന്ന് അറിയാമോ? ചിത്രപതിയുടെ അടുത്ത്. ഉപ്പുനീരാന്ന് പറഞ്ഞ അവൾ ആ സ്ത്രീക്ക് കൊടുത്ത് എന്താണെന്ന് അറിയാമോ? ഗോമൂത്രം. നീ ചെന്ന് ചോദിച്ച അവള് വെണ്ണയെന്നും പറഞ്ഞു തരുന്നത് കഞ്ഞിയുടെ പാടയായിരിക്കും. എന്നാ അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. എന്തായാലും എനിക്കിന്ന് ചിത്രപതിയുടെ വെണ്ണ തിന്നണം. ആദ്യം നമുക്ക് നേരായ വഴി നീങ്ങാം. വരും. നിങ്ങളുടെ കണ്ണനല്ലേ വിളിക്കുന്നത്? ധൈര്യമായിട്ട് വരും കൂട്ടരെ. അയ്യോ, ഇതാര്? എന്റെ അമ്പാടി കണ്ണനല്ലേ? പൊന്നുണ്ണിക്കുട്ട, നീ എന്താ വന്നത്? നന്നായി വിശക്കുന്നുണ്ട്, കുറച്ച് വെണ്ണ വേണം. അയ്യോ, എന്റെ ചക്കര ഉണ്ണിക്കണ്ണ, നീ കുറച്ച് നേരത്തെ വരാത്തതെന്താ? വെണ്ണയെല്ലാം വാണിപ്പത്തെരുവിൽ കൊണ്ടുപോയി വിറ്റിട്ട് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അയ്യോ, ഇറ്റു വെണ്ണ പോലും ഇവിടെ ബാക്കിയില്ല. കഷ്ടായല്ലോ. കള്ളം പറയരുത്. ചിത്രപതി ആ ഒളിച്ചു വെച്ചിരിക്കുന്നത് വെണ്ണയല്ലേ? അതെ, ഇത് വെണ്ണ തന്നെയാണ്. അപ്പോ ഈ വെണ്ണ കണ്ട ആർത്തി പൂണ്ടിട്ടാ കള്ളന്മാരിങ്ങോട്ട് വന്നിരിക്കുന്നതല്ലേ? നല്ല കാര്യായി.
ഇവിടെ ആർക്കും ദാനം ചെയ്യാൻ വെണ്ണയില്ല. ഇതേ വാണിഭത്തെരുവിൽ കൊണ്ട് വിറ്റ് പണം ഉണ്ടാക്കാനുള്ളതാ. വന്നിരിക്കുന്നു കൊതിയന്മാര്. പൊയ്ക്കോ. ചിത്രപതി, കൂട്ടുകാർക്കൊന്നും വെണ്ണ കൊടുക്കണ്ട. എനിക്ക് മാത്രം ഒരല്പം വെണ്ണ തന്നാ മതി. ഒരു കിണ്ണോളം വെണ്ണ. അയ്യടാ, എന്തൊരു ഔദാര്യം. കണ്ണാ, മറ്റുള്ള വീടുകളിലെ വെണ്ണയേക്കാൾ ചിത്രപതി കടഞ്ഞെടുക്കുന്ന വെണ്ണയ്ക്ക് വൃത്തിയും വെടിപ്പും രുചിയും കൂടുതലാ. ഇതിന്റെ രുചി പറ്റിയാ പിന്നെ നീ കയറി മോഷ്ടിക്കാൻ തുടങ്ങും. അത് വേണ്ട, ഇവിടെ നിനക്ക് തരാൻ വെണ്ണയില്ല. പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കണ്ണ, ഛേ ആകെ നാണക്കേടായി. ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ. കാത് നിറച്ച് കിട്ടിയില്ലേ ശകാരവെണ്ണ. നുണഞ്ഞു ഇറക്കിക്കോ. ശുപ്പാണ്ടിയെ, പെണ്ണുങ്ങൾക്ക് ഇത്ര പിശുക്കും ധിക്കാരവും പാടില്ലല്ലോ. ആ ചിത്രവതി നമുക്കൊരു പാഠം പഠിപ്പിക്കണം. പണത്തിന് ആദ്യമുള്ളവളാ. പാഠം പഠിക്കാനൊന്നും മെനക്കെടില്ല കണ്ണ. നമുക്ക് നോക്കാം. കൊതിച്ച വെണ്ണ കണ്ണനും കൂട്ടുകാർക്കും വിധിച്ച വെണ്ണ തന്നെ ആവണം. വരും. ചിത്രവതി നീരാട്ടിന് പോയി കഴിഞ്ഞു. ശുപ്പാണ്ടി പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എല്ലാം പെട്ടെന്ന് നടക്കണം. പിശുക്കിയുടെ വെണ്ണയ്ക്ക് എന്താ രുചി. എനിക്ക് മതിയായില്ല. സൂക്ഷിച്ചോ, പുറകെ ദഹനക്കേടോ വയറിളക്കോ പ്രതീക്ഷിക്കാം. ശുപ്പാണ്ടിയെ, ഈ പൈക്കിടാവിനെ പിടിച്ച് ആ മരത്തിൽ കെട്ടിയിട്ടേക്ക്. അതെന്തിനാ? വേണം. നമ്മെ നാണം കെടുത്തിയ ആ ചിത്രപതിയെ നാണം കെടുത്താൻ കണ്ണന്റെ മറ്റൊരു കുസൃതി. പെട്ടെന്ന് അഴിക്ക് ശുപ്പാണ്ടി. നടക്ക്. അയ്യോ, ദൈവമേ, എന്റെ വെണ്ണ. ആരാ എന്റെ വെണ്ണ എടുത്തത്? പേടിക്കണ്ട, വെണ്ണയെല്ലാം ഞങ്ങളുടെ വയറ്റിലുണ്ട്. എന്റെ ദൈവമേ, പൈക്കിടാവിനെ അഴിച്ചു വിട്ടതും കണ്ണൻ തന്നെ. ഇപ്പൊ മനസ്സിലായോ ചിത്രപതി? അമ്പാടി കണ്ണനോട് പിശുക്ക് കാട്ടിയാലുള്ള ആപത്ത്. ഇങ്ങോട്ട് വാടാ. എന്റെ വെണ്ണയും കട്ട് തിന്നിട്ട് എന്നെ പേരും കള്ളിയാക്കി. തല്ലി ചതയ്ക്കേണ്ടതാ. അത് ഞാൻ ചെയ്യുന്നില്ല. നിന്നെ കെട്ടിയിട്ടിട്ട് തന്നെ ബാക്കി കാര്യം. വാടാ ഇങ്ങോട്ട്. വാ.